ഞാൻ പലപ്പോഴും അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത്, ഞാൻ ഈ തിരുമലവാരത്തിൽ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടു കുറേ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടേക്കുന്നു അവിടെ. എന്താണ്, 1 വർഷം കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞത്രേ ഇനി വീട്ടിൽ വെക്കാൻ പാടില്ല, 1 വർഷം വരെ വെക്കാവൂ, ചിതാഭസ്മം കൊണ്ടുപോയി അതിൻ്റെ കൂടെ ആ ഫോട്ടോയും കൂടെ കൊണ്ട് കളയണം. അവിടെ കുന്നു കൂട്ടിക്കിടക്കാണ് കടലിൻ്റെ സൈഡിൽ, കണ്ടു ഞാൻ. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു. രാമേശ്വരത്ത് പോയി ബലിയിടുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് കൈ പിടിച്ചിരിക്കുന്നത് അവരുടെ പിതാവിൻ്റെ ഫോട്ടോയാ. അത് പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ബലിയിടുന്നത്, അത് കൈ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അവരത് കടലിൽ ഉപേക്ഷിച്ചിട്ടല്ല വന്നത്, അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതെല്ലാം വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സനാതന ധർമ്മം അനുസരിച്ച് ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് നശ്വരമാണ്. ആ ആത്മാവ് 41 ദിവസം വരെ ആ വീട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം. അവിടെ ആ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ 41 ദിവസം ഉണ്ടാവുകയും 41ാമത്തെ ദിവസം മാത്രമാണ് വൈതരണി കടക്കുക എന്നാണ് പറയുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു അത് ഏകദേശം 1 വർഷം വരെ എടുക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ നശിക്കുന്നത്, നശ്വരം എന്ന് പറയുന്നത് ആ ശരീരം മാത്രമാണ്, അല്ലേ? അപ്പോൾ ആ ആത്മാവ് അവിടെ കുടികൊള്ളുന്നു എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ 5ാമത്തെ ദിവസം, അല്ലേ, സഞ്ചയനം വയ്ക്കുന്ന 5ാമത്തെ ദിവസം കഴിഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ സ്ഥാപിക്കും. വീട്ടിൽ സ്ഥാപിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, വാസ്തുവിൽ പറയുന്നു അത് ഇന്ന ദിക്കിലേ വെക്കാൻ പാടുള്ളൂ, അത് ഇന്ന ദിക്ക് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇതിനകത്തൊന്നും യാതൊരു അർത്ഥവും ഇല്ല. മറ്റു ചിലർ പറയുന്നു മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കാനേ പാടില്ല. എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ഗ്രന്ഥങ്ങളുടെയും പിന്തുണ ഇല്ലാതെ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം, നമ്മൾ നശിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഒന്നും ചെയ്യാറില്ല, അല്ലേ? നമ്മളെ വളർത്തി വലുതാക്കിയവരാണ്. അവരോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു സ്മരണ, ആദര സൂചകം, അതായിട്ടാണ് നമ്മൾ ആ ഫോട്ടോ അവിടെ സ്ഥാപിക്കുന്നത്, നമ്മുടെ ഗൃഹത്തിൽ, നമ്മുടെ വീട്ടിൽ. ചിലരെടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാറുണ്ട്, അതും പറയണം. ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ വരാനുള്ള കാരണം? അപ്പോൾ ഇടയ്ക്കൊരു ആരോ പറയുന്നത് കേട്ടു, ദൈവങ്ങൾ മരിച്ചവരല്ലേ, പിന്നെന്താ അവരുടെ ഫോട്ടോ വയ്ക്കുന്നുണ്ടല്ലോ എന്ന്. ദൈവങ്ങൾ മരിച്ചവരല്ല, ദൈവങ്ങൾ മരിച്ചവരല്ല, അതാദ്യം മനസ്സിലാക്കൂ. പലരും പറയുന്നത് ഞാനിങ്ങനെ കേട്ടു. അതിനെ വിളിക്കുന്നത് സമാധി എന്നാണ്. യോഗീവര്യന്മാരുടെ മരണം സമാധി എന്ന് പറയുന്നു, അല്ലേ? യോഗീശ്വരന്മാർ, അങ്ങനെയുള്ള യോഗീവര്യന്മാർ. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ മരിച്ചു എന്ന് നമ്മൾ പറയില്ല, എന്താണ്, സമാധി എന്നാ പറയാം. ചട്ടമ്പി സ്വാമികൾ മരിച്ചു എന്ന് പറയില്ല, സമാധി എന്നാ പറയാം, അല്ലേ? നമുക്കൊക്കെ ശ്വാസം പുറത്തേക്ക്, അതായത് ആ പ്രാണൻ എന്ന് പറയുന്നത് പുറത്തേക്ക് പോകാൻ പല വഴികളുണ്ട്. എന്നാൽ ഒരു നവദ്വാരങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ശിരസിലാണ്. ഇതിലേക്കൂടെ, അതായത് നമ്മുടെ മൂലാധാരത്തിൽ നിന്നും ഈ പറയുന്ന എന്താണ് കുണ്ടലിനെ ഉയർത്തി അത് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് സമാധി. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റില്ല, അല്ലേ? അത് എന്തിലൂടെ, യോഗയിലൂടെ, ധ്യാനത്തിലൂടെ ഒക്കെ നേടിയെടുത്ത ഒരു പവർ ഉള്ളവർക്ക് മാത്രമേ അത് പറ്റൂ. ഋഷിവര്യന്മാർക്ക് അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ സമാധി എന്നാ പറയുന്നത്. ശ്രീകൃഷ്ണൻ മരിച്ചു എന്ന് പറയത്തില്ല, അല്ലേ? അപ്പോൾ എന്താ പിന്നെ അത്? അപ്പോൾ ദൈവങ്ങൾ മരിച്ചവരല്ലേ? അങ്ങനെയല്ല, അവരെന്താണ്, അവതാര പിറവികളാണ്. അപ്പോൾ ആ ഒരു അവതാരത്തിൻ്റെ സമയം കഴിയുമ്പോൾ അത് മരണമായിട്ടത് കണക്കാക്കുന്നില്ല. അതിനെ വിളിക്കുന്നത് എന്താണ്, സ്വർഗാരോഹണം എന്നൊക്കെ നമ്മൾ പറയും. സാധാരണ ആയിട്ട് പറയുന്നത് സ്വർഗാരോഹണം എന്നാണ് പറയുന്നത്. സ്വധാമപ്രാപ്തി എന്നാ ശരിക്കുള്ള വാക്കട്ടോ, സ്വധാമപ്രാപ്തി എന്നാ ശരിക്കും പറയാം. അപ്പോൾ അത് ദൈവങ്ങൾ അങ്ങനെയല്ല, അതൊന്നും മരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഓരോ പ്രഭാഷകരൊക്കെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ പ്രഭാഷകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഇനി മരിച്ചവരുടെ ഫോട്ടോ വെക്കാമോ? എല്ലാ ഓഫീസുകളിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. മഹാത്മാഗാന്ധി സമാധി എന്ന് പറഞ്ഞാൽ മരിച്ച ആളാണ്. അപ്പോൾ
നമ്മുടെ പോക്കറ്റിനകത്തും മരിച്ച ആളുടെ ഫോട്ടോ കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. ആര് നോട്ടിനകത്തുണ്ട് അല്ല, ഇപ്പോൾ നമ്മുടെ പേഴ്സിനകത്തുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ അച്ഛനും അമ്മ ആണെങ്കിലേ കുഴപ്പമുള്ളൂ, അത് വെക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വെക്കുമ്പോൾ നമ്മുടെ ആരെങ്കിലും, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് നന്മകൾ ചെയ്ത് നമ്മളെ വളർത്തി വലുതാക്കിയ ആരെങ്കിലും നമ്മെ വിട്ട് പിരിയുമ്പോൾ അവരോടുള്ള ആദര സൂചകമായിട്ടാണ്, ആരാധനയല്ല, ആദര സൂചകമാണ്, ആരാധിക്കുവല്ല, അവരോടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്മരണയാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ ഫോട്ടോ വയ്ക്കുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് വരാം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ വഴി, അവിടെ എൻ്റെ കുട്ടിക്കാലത്ത്, കുട്ടിയായിരിക്കുമ്പോൾ ഒരു 8, 9, 10 വയസ്സ് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കാണുന്നത് കയറി വരുന്ന വഴിയിലും അവിടെ ഒരുപാട് പേരുടെ ഫോട്ടോ ഉണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഉണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം അപ്പൂപ്പൻ്റെ പണിയാണ്. ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കയറി വരുന്നിടത്ത് ഇതാണ് കാണുന്നത്. ആ കൂട്ടത്തിലൊരു വലിയ ഫോട്ടോ ഉണ്ട്. വലിയ ഫോട്ടോ ഞാൻ ചോദിക്കും, ഇത് ആരാ അപ്പൂപ്പാന്ന് ചോദിക്കും. അന്നേരം അത് പറഞ്ഞു, ഇത് അപ്പൂപ്പൻ്റെ അച്ഛനാണ്, പേര് പത്മനാഭൻ എന്നാണ്. അത് വലിയ ഒരു ജുബയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തോട് ഒരു നേരിയതൊക്കെ ഇട്ട് ഒരു പ്രത്യേക വടിയൊക്കെ പിടിച്ച് ഒരു പ്രത്യേക രാജകീയമായ ലുക്കിലാണ് ഇത് നിൽക്കുന്നത്. ഏകദേശം അപ്പൂപ്പൻ മരിക്കുന്നത് വരെ ആ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വന്നതിന് ശേഷം അപ്പൂപ്പൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ വരുന്നത് ഈ ഫോട്ടോയുടെ മുമ്പിലേക്കാണ്. മുമ്പിലേക്ക് വന്ന് ഒന്ന് കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ടാണ് പോകുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ അപ്പൂപ്പൻ എവിടെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ മുന്നിൽ വന്ന് നിന്ന് തൊഴുതിട്ട് പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ സർവേയർ ഒക്കെയാണ്, അധ്യാപകനാണ്, സർവേയറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ വന്ന് തൊഴുതിട്ട് പോകുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ പേരാണ് സ്മരണ, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. അല്ലാതെ അവരെ പൂജിക്കില്ല. അതിനകത്ത് പൂമാല ഇട്ടിട്ടില്ല, അതിനകത്തൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ടില്ല ഫ്രണ്ടിൽ, അതിനകത്തൊരു ബൾബ് ഇങ്ങനെ മിന്നുന്ന ബൾബ് കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. കാലാന്തരത്തിൽ ഗ്രാജുവലി ഒരു കാര്യം ഉണ്ടായി. അപ്പൂപ്പൻ്റെ മരണശേഷം ആ ഫോട്ടോ, വലിയ ഫോട്ടോ അവിടെ നിന്ന് മാറി ഈ അപ്പൂപ്പൻ്റെ ഫോട്ടോ അവിടെ കയറി ഒരു കൊച്ചു ഫോട്ടോ. ഈ കൊച്ചു ഫോട്ടോയ്ക്കകത്ത് പൂമാലയൊക്കെ ഇട്ട്, പൂമാലയല്ല, മിന്നുന്ന ഒരു തരം പ്രത്യേക ഒരു ഗോൾഡൻ കളറിലുള്ള സാധനം, അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ മിന്നാമിന്നി കണക്ക് ഒരു ചുമപ്പ് ലൈറ്റ് ഇങ്ങനെ ഒരു ഇല്യൂമിനേഷൻ കൊടുക്കുന്ന കണക്ക്. രാത്രിയാകുമ്പോൾ അപ്പൂപ്പൻ്റെ മരണം നമുക്കൊക്കെ ഭയങ്കര ഒരു എന്തായിരുന്നു, സങ്കടമൊക്കെ ആയിരുന്നു. രാത്രിയാകുമ്പോൾ ഈ ഹാളിൽ കിടക്കുമ്പോൾ അബദ്ധത്തിലൊന്ന് ഉണരുമ്പോൾ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ, ഈ മുഖത്തിതിങ്ങനെ മിന്നുന്ന കാണും. പിന്നെ ഞാൻ ഈ ഹാളിലുള്ള കിടത്തം അങ്ങ് നിർത്തി. എന്താ ഇവിടെ സംഭവിച്ചതെന്നറിയോ? നമ്മളെ അത്രയും സ്നേഹിച്ച ഒരാൾ വിട്ടുപിരിഞ്ഞപ്പോൾ നമുക്ക് എന്തുണ്ടായി? അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി, സ്നേഹവും വിഷമമൊക്കെ ഉണ്ടായി. പിന്നീട് അത് ഭയത്തിലേക്ക് പോയി. ചെറിയ മനസ്സിലാണ് സംഭവിച്ചത്, ഭയത്തിലേക്ക് പോയി അല്ലേ. ഞാനിതിവിടെ പറയാനുള്ള കാരണം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കലാപരിപാടികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതിൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെക്കുക. അത് വെക്കേണ്ട ദിവസം നിങ്ങൾക്ക് വയ്ക്കാം, വർഷത്തിലൊരു ദിവസമുണ്ട്, അല്ലെങ്കിൽ സഞ്ചയന കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് വയ്ക്കാം. ഇതൊന്നുമല്ലാതെ ഡെയിലി ഇങ്ങനെ മിന്നുന്ന ലൈറ്റുകൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കതൊരു സന്തോഷമായിരിക്കാം. പക്ഷേ വരുന്ന തലമുറ അല്ലെ കുഞ്ഞുങ്ങൾക്ക് അതെന്തായിരിക്കും, ചിലപ്പം അതത്ര ബെറ്ററായിട്ട് തോന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മുത്തച്ഛൻ്റെ ഫോട്ടോ അവിടുന്ന് മാറിയിട്ട് പകരം കയറി വന്നത് അച്ഛൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്. അത് കൊച്ചുമക്കൾക്ക് എന്തായി, ഭയം ഉണ്ടായി. ഇവിടെ ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടാൽ നമുക്ക് ഫോട്ടോ വയ്ക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല, വാസ്തുവിലുമില്ല. പിന്നെ ഇത് പറയാനുള്ള കാരണം, പണ്ടുള്ളവർ പറയുന്നത് അതിനകത്തൊരു അർത്ഥമുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സാംശീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് സംഭവം. ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ മരണപ്പെട്ട ആളിൻ്റെ മുഖം വീണ്ടും 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 നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി വിഷമമുണ്ടാക്കുന്നുവെങ്കിൽ ഫോട്ടോ എടുത്ത് മാറ്റിയാൽ വെക്കണ്ട, ഒരു സംശയം വേണ്ട, അപ്പം മാറ്റിയേക്കുക. നിങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്നുവെങ്കിൽ അപ്പം മാറ്റിയേക്കുക. കയറി വരുന്ന വാതിക്ക് നിങ്ങൾ ഡ്രാക്കുളയുടെ ഫോട്ടോ വെക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു ഫോട്ടോ നമ്മൾ വെക്കാൻ പാടില്ല. നിങ്ങളുടെ ഓർമ്മകൾ അതിലേക്ക് പോകുന്നു, ആ പഴയ ആ മോശപ്പെട്ട ഓർമ്മകളിലേക്കാണ് പോകുന്നതെങ്കിൽ മാറ്റുക. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ കിട്ടുന്നത് ആത്മവിശ്വാസമാണെങ്കിൽ അത് എത്രത്തോളം വലുതായിട്ട് എൻലാർജ് ചെയ്ത് വെക്കാമോ അങ്ങനെ വെക്കാം. കാരണം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ നാട്ടുകാർ വെക്കത്തില്ല, നിങ്ങളെ വെക്കുള്ളൂ.
അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇന്ന ദിശയിൽ വയ്ക്കാൻ പാടില്ല. ഇതിൻ്റെ കാരണം ഞാൻ പറയാം. കിഴക്കോട്ട് നോക്കി വയ്ക്കരുതെന്ന് ചിലർ പറയുന്നു. തെക്കേ ഭാഗത്ത് വടക്കോട്ട് നോക്കി, തെക്കേ ദിശയിൽ വടക്കോട്ട് നോക്കി മാത്രമേ ഫോട്ടോ വയ്ക്കാവൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താർത്ഥമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം, ഏകദേശം ഒരു 80% വീടുകളുടെയും ദർശനം കിഴക്കോട്ടാണ്, അല്ലേ? ഈസ്റ്റിലേക്കാണ് എല്ലാ വീടുകളുടെ ഒരു പൂമുഖം വരുന്നത്. വളരെ കുറച്ച് ഒരു 20% ഉള്ളൂ, ബാക്കി മാറിയും തിരിഞ്ഞ് വരുന്നത്. നമ്മൾ കിഴക്കോട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആൾ, പടിഞ്ഞാറ് സൈഡിൽ വെച്ചെങ്കിലല്ലേ കിഴക്കോട്ടാവത്തുള്ളൂ. ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആൾ ആദ്യം കാണുന്നത് എന്താണ്? ഈ ഒരു ഫോട്ടോയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, ഒരു മരിച്ച വ്യക്തിയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആ ഫോട്ടോയ്ക്കകത്ത് കുറേ ഇല്യൂമിനേഷനൊക്കെ കൊടുത്ത് പൂമാലയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു മൂകത അവിടെ ഫീൽ ചെയ്യും. വരുന്ന ആൾക്ക് നമുക്ക് ഓക്കെ ആയിരിക്കും, കയറി വരുന്ന ആൾക്ക് ഒരു എന്താണ്, പുള്ളി ചിലപ്പോൾ പറയാൻ വന്ന ചില കാര്യങ്ങൾ, അതിനകത്തൊക്കെ ഒരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ വലിയ പ്രായാധിക്യം അല്ലാത്തവരുടെ ഫോട്ടോയാണ് വെച്ചേക്കുന്നതെങ്കിൽ അപ്പോൾ അവർ സംസാരിക്കാൻ വന്നതെന്താണ്, അപ്പോൾ അവരുടെ മാനസികാവസ്ഥയായിട്ട് അത് ബന്ധപ്പെടും. ആ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥ അവർ മനസ്സിലാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. കമ്മ്യൂണിക്കേഷനകത്ത് പോലും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഒരിക്കലും ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ വരുന്നവരും കംഫർട്ട് അല്ലാതാവും. എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ, കംഫർട്ട് അല്ലാതായിപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ദിക്കിലേക്ക് വെക്കരുതെന്ന് പറയാൻ കാരണം. വെക്കാം, പക്ഷേ വരുന്ന ആൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ, മരണപ്പെട്ടത് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും അത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെ അല്ലേ? പക്ഷേ വെക്കുമ്പോൾ ഇയാൾ മരിച്ചതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒന്നും ചെയ്യാതിരുന്നാൽ മതി വരുന്ന ആൾക്ക്, അല്ലേ? അപ്പോൾ അയാൾ ചോദിക്കുക ഇത് ആരാണ്? അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ആ ചിരിച്ച മുഖം എന്ത് ചെയ്യും? ഒന്ന് ഡൗൺ ആവുകയും ചെയ്യും അവിടെ. ഇത് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇനി ചെറിയ പ്രായത്തിലുള്ള ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു സംഭവം ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരു എക്സാമിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണ് എങ്കിൽ ഇത് കണ്ടിട്ടല്ലേ നമുക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ദുർമരണമൊക്കെ സംഭവിച്ചവരുടെ അത് കണ്ടിട്ട് പോകുമ്പോൾ സത്യത്തിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കി, പറ്റില്ല. അപ്പം നമുക്കത് എന്ത് ചെയ്യാം? അത് നമ്മുടെ റൂമിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാം. എപ്പോഴും കാണുന്നിടത്ത് വെക്കാതെ മാറ്റി വെക്കാം. മാറ്റിയെടുത്ത് കട്ടിലിൻ്റെ അടി കളയണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. നിങ്ങൾക്കത് കംഫർട്ട് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അവിടെ തന്നെ വെച്ചോ. കംഫർട്ട് ആണെങ്കിൽ, കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നെടുത്ത് മാറ്റി വയ്ക്കുക. ചിലർ പറയാറുണ്ട്, ഈ ദുർമരണമൊക്കെ സംഭവിച്ചവരുടെ ഫോട്ടോ അച്ഛനമ്മമാരല്ലേ, അവർക്ക് കാണാൻ തോന്നും, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആ വ്യക്തിയുടെ റൂം ഏതായിരുന്നു, ആ റൂമിൽ ആ ഫോട്ടോകൾ അങ്ങ് വെച്ചേക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ഒരു റൂമിൽ, ആ കുഞ്ഞ് താമസിച്ച ഒരു റൂമിൽ അവൻ്റെ ഫോട്ടോകളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ റൂമിലേക്ക് അവർക്ക് കയറാൻ തോന്നുമോ? ഭയം ഉണ്ടാവില്ലേ? ആ റൂമിൽ കയറുമ്പോൾ അവരെപ്പോഴും സന്തോഷമായിരിക്കുമോ? അല്ല. അപ്പോൾ അവരുടെ കിടപ്പുമുറിയിൽ തന്നെ അവരുടെ മകനായിട്ട് അവരുടെ സൈഡിൽ വെക്കാൻ കിടക്കുന്നിടത്ത്, അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രത്യേക സംഭവം ഒന്നും ചെയ്യേണ്ട യാതൊരു ഒരു കാര്യമില്ല. ചിലയിടത്തൊക്കെ ഫ്രണ്ടിൽ മരിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ കല്ലറയൊക്കെ കെട്ടി വെച്ചിട്ടുള്ള കാണും, അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, മാനസികമായിട്ടൊരു ഇതുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആ ഒരു നെഗറ്റീവ്, ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ വാസ്തുപരമായിട്ടോ ജ്യോതിഷപരമായിട്ടോ ദൈവികപരമായിട്ടോ യാതൊരു സംഭവമില്ല. ജനനവും മരണവും ദൈവത്തിൻ്റെ കയ്യിലാണ്. ആര് എപ്പോൾ എന്ന് എങ്ങനെ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെല്ലാം ആരുടെ കയ്യിലാണ്? ജഗദീശൻ്റെ കയ്യിലാണ്, മഹാദേവൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് പരമേശ്വരൻ്റെ കയ്യിലാണ്, അല്ലേ? ആരാണെങ്കിലും, അതിപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും സറത്തൂസ്ത്ര ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ജൂതരാണെങ്കിലും എന്ത് വിഭാഗം ആയിക്കോട്ടെ, അതെല്ലാം അവർക്കെല്ലാം ഒരു ദൈവം ഉണ്ടല്ലോ. അതാണ് ഏകദൈവം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിലാണ്. അത് വിളിക്കുമ്പോൾ പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആത്മവിശ്വാസം തരുന്നു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ചു. ആരും പറയുന്നത് ഇതിനകത്ത് കേൾക്കേണ്ട കാര്യമില്ല. ചിലരൊക്കെ വന്നിട്ട് പറയും, ഞാൻ പലപ്പോഴും അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത്, ഞാൻ ഈ തിരുമലവാരത്തിൽ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടു കുറേ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടേക്കുന്നു അവിടെ. എന്താണ്, 1 വർഷം കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞത്രേ, ഇനി വീട്ടിൽ വെക്കാൻ പാടില്ല, 1 വർഷം വരെ വെക്കാവൂ, ചിതാഭസ്മം കൊണ്ടുപോയി അതിൻ്റെ കൂടെ ആ ഫോട്ടോയും കൂടെ കൊണ്ട് കളയണം. അവിടെ കുന്നു കൂട്ടിക്കിടക്കാണ് കടലിൻ്റെ സൈഡിൽ, കണ്ടു ഞാൻ.
പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു. രാമേശ്വരത്ത് പോയി ബലിയിടുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് കൈ പിടിച്ചിരിക്കുന്നത് അവരുടെ പിതാവിന്റെ ഫോട്ടോയാ. അത് പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ബലിയിടുന്നത്. അത് കൈ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അവരത് കടലിൽ ഉപേക്ഷിച്ചിട്ടല്ല വന്നത്, അതും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതെല്ലാം വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളെ വീഡിയോ വന്നിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. ഇടയ്ക്ക് പല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. എങ്കിലും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അടുത്ത നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നും കൂടെ ഞാൻ പറയാം. നിങ്ങളൊക്കെ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവം, വിശ്വാസങ്ങളാണല്ലോ നമ്മുടെ പരിപാടി. അതിൽ നിങ്ങൾ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അടുത്ത വീഡിയോ. വേറൊന്നുമല്ല, നിങ്ങളൊക്കെ എഴുതി 12 കേട്ടിട്ടുണ്ടല്ലോ ആ സംഭവം, ഭയങ്കര വൈറലായ ഒരു വീഡിയോ. അതിൻ്റെ സത്യാവസ്ഥയായിട്ട് നമുക്ക് കാണാം. അതെന്തായിരുന്നു സംഭവം? പലരും പറഞ്ഞു അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതെന്തായിരുന്നു അതിനകത്തുള്ള സംഭവം കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. രുദ്രധാര ഒരിക്കലും ലക്ഷ്യം സമ്പത്തല്ല. അപ്പോൾ എല്ലാവർക്കും നന്മയും ഐശ്വര്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാരുദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്ദി, നമസ്കാരം.